CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മണത്തല നേർച്ച വർണ്ണാഭം, ആഘോഷങ്ങളിൽ പങ്കാളികളായത് ആയിരങ്ങൾ. CPM-നേക്കാൾ കൂടുതൽ വനിതാ നേതാക്കളുള്ളത് BJP-ക്കാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റായി നിവേദിത സുബ്രഹ്മണ്യൻ ചുമതലയേറ്റു. കാപ്പ നിയമം ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കരിക്കാട് സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടാരക്കുന്നത്ത് വീട്ടിൽ 30 വയസ്സുള്ള ഷിഹാബിനെയാണ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച കലാമണ്ഡലം താമിയാശാൻ സ്മാരക മന്ദിരം നാടിന് സമർപ്പിച്ചു. പഞ്ചവാദ്യ രംഗത്ത് കടവല്ലൂരിന്റെ യശസ്സുയർത്തിയ വ്യക്തിത്വമായിരുന്നു കലാമണ്ഡലം താമിയാശാൻ. കുന്നംകുളം ചാട്ടുകുളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം, ബൈക്ക് യാത്രികന് പരിക്കേറ്റു. തൃത്താല മുടവന്നൂർ സ്വദേശി 25 വയസ്സുള്ള അഖിലിനാണ് പരിക്കേറ്റത്. ജോലി തരൂ കൂലി തരൂ എന്ന മുദ്രാവാക്യമുയർത്തി തൊഴിലുറപ്പ് തൊഴിലാളികൾ വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേച്ചേരി MIC അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2023-25 കാലയളവിലെ നാഷണൽ സർവീസ് സ്കീമിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിക്കുള്ള അവാർഡിന് +2 വിദ്യാർത്ഥി അമീൻ അസ്ലം അർഹനായി. പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് വടക്കേകാട് പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ 5.5 കോടിയുടെ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. LDF നേതൃത്വം നൽകുന്ന കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. പോർക്കുളം പഞ്ചായത്തിൽ അംഗൻവാടി കുട്ടികൾക്കായി സംഘടിപ്പിച്ച മഴത്തുള്ളി 2025 കലോത്സവം ആവേശമായി. ജനവാസ മേഖലയിൽ രാത്രികാലങ്ങളിൽ കാട്ടുപന്നികളെത്തുന്നത് പ്രദേശവാസികളെ പരിഭ്രാന്തരാക്കുന്നു. കടവല്ലൂർ വടക്കുമുറി റോഡിലാണ് തിങ്കളാഴ്ച രാത്രി 11:30-യോടെ 7ഓളം കാട്ടുപന്നികൾ എത്തിയത്. പൊന്നിയൂർക്കുളം പരൂർ ശിവക്ഷേത്രത്തിലെ താഴേക്കാവിൽ ഭഗവതിയുടെ താലമഹോത്സവം ഫെബ്രുവരി 1 ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പൊന്നിയൂർക്കുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിത്തുരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഇന്റർനാഷണൽ ബുഡോക്കാൻ കരാട്ടെ ഗ്രേഡിംഗ് ടെസ്റ്റ് സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.